പേർ, വിശ്വാസികളായിരുന്ന ഒത്തിരി പേര് സൗഖ്യത്തിന് വേണ്ടി, ജയത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, വിടുതലിന് വേണ്ടിയൊക്കെ പല സ്ഥലങ്ങളിലും ഇങ്ങനെ അന്വേഷിച്ച് നടക്കാറുണ്ട്. മീറ്റിംഗ് ടു മീറ്റിംഗ്, കോൺഫറൻസ് ടു കോൺഫറൻസ് ഇങ്ങനെ അലഞ്ഞു നടക്കും. എവിടെ നിന്ന് എനിക്ക് വിജയം കിട്ടും, എവിടെ നിന്ന് എനിക്ക് സമാധാനം കിട്ടും, സൗഖ്യം കിട്ടും. പക്ഷേ നമ്മൾ പോലും അറിയാതെ ഇതൊക്കെ നമ്മുടെ അകത്ത് ദൈവം നൽകിയിരിക്കുക. ഒരു വചനം വായിച്ചേ, 2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യ ശക്തി, ഹിസ് ഡിവൈൻ പവർ, അവന്റെ ദിവ്യ ശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്യുമെന്നല്ല, ചെയ്തിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. എന്തിനൊക്കെ വേണ്ടിയുള്ളതാ? ജീവനും ഭക്തിക്കും. മലയാളത്തിൽ ഭക്തി എന്ന വാക്ക് നമ്മൾ കേൾക്കുമ്പോൾ സാധാരണ നമ്മൾ വിചാരിക്കും ആരാധിക്കാൻ. അങ്ങനെയല്ല. ഭക്തി എന്ന വാക്ക്, ഇംഗ്ലീഷ് ഉപയോഗിച്ചിരുന്ന വാക്ക് all things that pertain to life and godliness എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ തലത്തിൽ, ദൈവീകമായ ലെവലിൽ ജീവിക്കാൻ വേണ്ട സകലതിനും വേണ്ടിയതൊക്കെയും, ദൈവികമായ ലെവലിൽ, സ്വർഗീയമായ ലെവലിൽ, ഉന്നതമായ തലത്തിൽ ജീവിക്കാൻ വേണ്ടിയതൊക്കെയും എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് ദാനം ചെയ്തിട്ടുണ്ട്. എന്ത്? അവൻ്റെ ദിവ്യമായ ശക്തി, ഹിസ് ഡിവൈൻ പവർ. ഹല്ലേലൂയ. പ്രത്യേകത പലപ്പോഴും ഞാൻ ചിന്തിക്കും, ഇതൊക്കെ എനിക്ക് ദാനം ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. എഫേസ്യ ലേഖനത്തിൽ പറയുന്നു, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ക്രിസ്തുയേശുവിൽ എന്നെയും നിങ്ങളെയും അനുഗ്രഹിച്ചിരിക്കുന്നു. ഇതൊക്കെ ശരിയാ. ദൈവത്തിന്റെ വചനം മാറ്റമില്ലല്ലോ, ഒരിക്കലും മാറത്തില്ലല്ലോ. പക്ഷെ ഞാനൊന്നും കാണുന്നില്ല. സൗഖ്യം കാണുന്നില്ല, അനുഗ്രഹം കാണുന്നില്ല, വിടുതൽ കാണുന്നില്ല, സമാധാനം കാണുന്നില്ല. ഇതെല്ലാം ദൈവം തന്നിട്ടുണ്ടെന്ന് പറയുകയും ചെയ്യുന്നു. ജീവിക്കാനുള്ളതും ഭക്തിക്ക് വേണ്ടതും എല്ലാം ദാനം ചെയ്തിരിക്കുന്നു. അവന്റെ ശക്തിയാൽ ദാനം ചെയ്തിരിക്കുക. പക്ഷെ ഇതെവിടെയാ പ്രിയരെ? ദൈവരാജ്യത്തിൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ, അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, എല്ലാം അത് ഈ ലോകത്തിലായാലും ദൈവരാജ്യത്തിലായാലും ഈ കാര്യങ്ങളൊക്കെയും പ്രൊവൈഡ് ചെയ്യുന്നത് സീഡ് ഫോമിലാണ്. സീഡ് ഫോം. സീഡ് മീൻസ് വിത്ത്, വിത്തിന്റെ ഫോമിലാണ്. ഇന്നിവിടെ ഇരിക്കുന്ന 6 അടി പൊക്കവും സൈസോ ഒക്കെ ഉള്ള ഈ മനു ഒരു നാളിൽ ഇത്രയുള്ള ഒരു സീഡായിരുന്നു. ഇത്രയെന്ന് വെച്ചാൽ കാണാൻ പറ്റാത്തൊരു സീഡ്, അമ്മയുടെ ഉദരത്തിനകത്തൊരു സീഡായിരുന്നു. ശരിയല്ലേ? ഒരു വിത്തായിരുന്നു. നമ്മുടെ ഹൃദയം, കിഡ്നി, കൈ, കാല്, ഇന്ന് കാണുന്ന ഈ മസില്, മുടി, ശരീരം മുഴുവൻ ആ സീഡിനകത്തായിരുന്നു. ശരിയല്ലേ? ആണോ അല്ലയോ? ഒരു കാലത്ത് വർഷങ്ങൾക്ക് മുമ്പേ ആ ഉദരത്തിനകത്തുള്ളൊരു സീഡാണ് ഇന്നിരിക്കുന്ന ഈ അതികായകനായ മനു. ഈ ശരീരമൊക്കെ ഉണ്ടായത് എവിടുന്നാ? അതിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തേ. അത് കണ്ടിട്ട് ഞാൻ പറയുകയാണ്, ഇതിനകത്ത് ഒരു മനുഷ്യന് ജീവിക്കാനുള്ള കണ്ണും കാലും കൈയും തലയും എല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും, അയ്യോ മൈക്രോസ്കോപ്പ് വെച്ച് പോലും കാണാൻ പറ്റാത്ത ഇതിനകത്താണ് ഇതൊക്കെ ഇരിക്കുന്നേ. ശരിയല്ലേ? സ്വാഭാവികം. നമ്മളിന്ന് സയൻസ് നമ്മളെ പഠിപ്പിക്കും, ഇതിനകത്തല്ല ഇരിക്കുന്നതെന്ന്. വളരെ കുഞ്ഞാ, മൈക്രോസ്കോപ്പ് വെച്ച് നോക്കണം. ആ സീഡിനകത്തിരുന്ന ആളാണ് ഈ ഇരിക്കുന്നത്. ദൈവം നമുക്ക് തന്നിരിക്കുന്നത് എല്ലാം സീഡ് ഫോമിലാണ്. ദൈവരാജ്യം പോലും വചനം പറയുന്നത് സീഡിന് തുല്യമാണ്. ദൈവരാജ്യം കടുകുമണിയോട് സദൃശ്യം. ദൈവരാജ്യം പെട്ടെന്ന് ഭൂമെന്നൊന്നൊരു സാധനമല്ല, അത് കടുകുമണിയോളം സദൃശ്യം. അതെന്നാ ചെയ്യണം? ആ കടുകുമണി എടുത്ത് ഒരു നല്ല പ്ലാസ്റ്റിക് കവറിലിട്ട് പൂട്ടി ഏറാതെ ടൈറ്റ് ചെയ്ത് അലമാരയെ കൊണ്ട് ഇങ്ങനെ വച്ചിട്ട് ഞായറാഴ്ച ദിവസം എടുത്തുകൊണ്ട് പള്ളിയിൽ പോവും, തിരിച്ചുകൊണ്ട് അവിടെ വയ്ക്കും, നോക്കും വല്ല മാറ്റം ഉണ്ടായോ? ഒരു മാറ്റം ഉണ്ടാകുന്നില്ല. കൊണ്ടുപോയി പറ്റുന്ന പള്ളികളെല്ലാം പോകുന്നു, തിരിച്ചു കൊണ്ട് അവിടെ വയ്ക്കുന്നു. പറ്റുമ്പോൾ ഉറങ്ങുമ്പോൾ എടുത്ത് തലയിലടിയിലും വയ്ക്കും, ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ പറയാണ് കടുകുമണിയാണെന്ന് പറഞ്ഞ് തന്നതാ, ജീവനുണ്ടെന്ന് പറഞ്ഞ് തന്നതാ, ഇഷ്ടംമാതിരി കടുക് കായ്ക്കും, ആകാശത്തിലെ പക്ഷികൾക്ക് ഒന്നിരിക്കാൻ പറ്റുന്ന വലിയ മരമാവെന്നൊക്കെ പറഞ്ഞ് തന്നതാ. പക്ഷെ ഒരു മാറ്റവും കാണുന്നില്ല. നിങ്ങളിങ്ങനെ പറഞ്ഞാൽ, അല്ലെ നിങ്ങൾ ആരെങ്കിലും പറഞ്ഞ് കേട്ടാൽ നിങ്ങളുടെ മറുപടി എന്നായിരിക്കും? എടാ പൊട്ടാ, എടാ മണ്ട, നീ ആ സീൽഡ് കവറിൽ നിന്ന് പുറത്തെടുക്കണം. അതിനെ അലമാരി വയ്ക്കാനുള്ളതല്ല, അതിനെ തലയടി വയ്ക്കാനുള്ളതും അല്ല. അതിനെ നല്ല നിലത്ത് കൊണ്ട് നീ കുഴിച്ചിടണം, മണ്ണിനടിയിലേക്ക് നീ ആഴത്തിലിടണം. എന്നിട്ട് നീ വെയിറ്റ് ചെയ്യണം. നാളെ എടുത്ത് പിഴുത് നോക്കരുത്, നാളെ ചുരുണ്ടി നോക്കരുത്. ആഴ്ചകൾ കഴിയും, അതിൽ നിന്നൊരു സാധനം പുറത്തേക്ക് വരും. ആദ്യം ഒരു ചെറിയ നാമ്പായിരിക്കും. അത് കണ്ടിട്ട് നുള്ളിക്കളയരുത്. അയ്യോ കടുക് ഒന്നില്ലല്ലോ, മരം ഒന്നില്ലല്ലോ, പക്ഷി ഒന്നിരുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് മുറിച്ചും കളയരുത്. വെയിറ്റ് ചെയ്യണം, സമയമെടുക്കും. ഇറ്റ് വിൽ ടേക്ക് ടൈം.
കാരണം ദൈവം എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയം വച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവരാജ്യത്തിന്റെ പ്രിൻസിപ്പിൾ അതൊരു ഗ്രോത്ത് പ്രോസസ് ഉണ്ട്. ഈ പ്രോസസ് അവോയ്ഡ് ചെയ്തിട്ടൊരു ഫ്രൂട്ട് കാണാൻ പറ്റിയിട്ടില്ല, ഇതുവരെ കണ്ടിട്ടില്ല. എനിക്ക് വീട്ടിൽ ഈ മരമൊന്നും വളരണ ഇഷ്ടമല്ല. എനിക്ക് ആദ്യമേ എന്ത് ചെയ്യണം, ഫലം കിട്ടണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. അതിനൊരു പ്രോസസ്സുണ്ട്. എനിക്ക് ഈ മണ്ടടിയിൽ കുഴിച്ചിരുന്ന പരിപാടി ഇഷ്ടമല്ല. എന്ന് പറഞ്ഞാൽ കടുക് മണി അപ്പോഴും ആ കവറിൽ തന്നെ ഇരിക്കും, ഒരു ഗുണം ഉണ്ടാവത്തില്ല. ഹല്ലേലൂയ. അതുപോലെ ദൈവരാജ്യം കടുക് മണിയോട് സദൃശ്യം. ഒരു മനുഷ്യൻ അതിനെ എടുത്ത്, ചെറിയ വിത്തായിരിക്കാം, അതിനെ ഇരുട്ടിലേക്ക് ഇടുന്നു. ഒരു സുഖമുള്ള ഏർപ്പാടല്ല അല്ലേ? കയ്യിലൊക്കെ ചെളിയാവും, മാന്തി അതിനകത്തിട്ട് മൂടി വയ്ക്കുക. എന്ത് സംഭവിക്കുന്ന ഒരു പിടിയില്ല. ഒരാഴ്ച 2 ആഴ്ച വളരെ വെയിറ്റിംഗ് ടൈമാണ്, ഒന്നും കാണാനില്ല. അസ്വസ്ഥത ഉണ്ടാകും ഇല്ലയോ? ഉണ്ടാകും. വളരെ കഷ്ടപ്പെട്ട് അധ്വാനം ചാണകപ്പൊടിയൊക്കെ ഇട്ട് വളരെ കഷ്ടപ്പെട്ട് നട്ടതാ. 1 ആഴ്ച 2 ആഴ്ച വെയിറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇച്ചിരി പാടാ. നമുക്കങ്ങനെ ആദ്യം തോന്നിക്കൊണ്ടിരിക്കും, എന്നാ സംഭവിക്കുന്നുണ്ടോ ഇല്ലയോ, അകത്തു വല്ല മാറ്റം ഉണ്ടോ ഇല്ലേ, കാണാൻ പറ്റുന്നില്ലല്ലോ. ചില കാലഘട്ടങ്ങൾ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും കാണാൻ പറ്റുന്നില്ല, പുറമേ ഉള്ള ഒരനക്കം ഉണ്ടാവത്തില്ല. പക്ഷെ ആ ഇരുട്ടിൻ്റെ ഉള്ളറകളിൽ ദൈവം അതിൻ്റെതായ പദ്ധതി ചെയ്തുകൊണ്ടേയിരിക്കും. അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്തവനാകിയാൽ നീ കൃത്യമായി അവൻ പറഞ്ഞ പോലെ പ്ലാന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വിത്ത് ഫലം തരും. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം ഒന്നെടുത്തേ. ലൂക്കോസ് സുവിശേഷം. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഫാദർ. 8-ാം അധ്യായം 11-ാമത്തെ വാക്യം. വിത്ത് ദൈവ വചനമാകുന്നു. ഈ ഉപമ എല്ലാവർക്കും അറിയാവുന്നതാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. യേശു പറയാണ്, ഒരു വിത്ത് വിതച്ചു, പലതരത്തിലുള്ള ഫ്രൂട്ട് കിട്ടി. പക്ഷേ ആ ഉപമയിൽ പറഞ്ഞ വിത്ത് അത് ദൈവ വചനം ആകുന്നു. അപ്പോ വിത്ത് എന്ന് പറയുന്നത് ദൈവവചനത്തെ എന്തുമായി കണക്ട് ചെയ്തിരിക്കുകയാണ്? പറ. ദൈവത്തിന്റെ വചനവുമായിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു വ്യക്തി, ഈ ഭൂമിയിലായിരുന്ന ഒരു വ്യക്തി, ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ ആദ്യം ഒരു സീഡ് ഫോമിലായിരുന്നു അല്ലേ? അത് കണ്ടിട്ട് ആർക്കും തന്നെ ചിന്തിക്കാൻ പറ്റിയിട്ടില്ല, ഇമാജിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല ഇത്രയും വലിയ മനുഷ്യനായി മാറുമെന്ന്. ഇതുപോലെയാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം. ഓരോ വചനമായിട്ട് നോക്കുമ്പോൾ അതിനകത്ത് എന്തുമാത്രം അടങ്ങിയിരിക്കുന്ന അറിയത്തില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളുടെ കയ്യിൽ ഒരു ആപ്പിളിൻ്റെ വിത്ത് കിട്ടിയാൽ, ഈ വിത്ത് കയ്യിരിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഈ വിത്തിൽ നിന്ന് എത്ര ആപ്പിൾ ഉണ്ടാകുമെന്ന്? പറ്റുമോ? പറ്റത്തില്ല. ഒരു ആപ്പിളിനകത്ത് നമുക്ക് എത്ര വിത്തുണ്ടെന്ന് അറിയാൻ പറ്റും, ശരിയല്ലേ? ഇപ്പൊ ബൈബിളിൽ എത്ര വചനമുണ്ടെന്ന് എണ്ണാൻ പറഞ്ഞാൽ എണ്ണാൻ പറ്റും. പക്ഷെ ഒരു വചനത്തിനകത്ത് എത്രമാത്രം അനുഗ്രഹം നിനക്ക് വേണ്ടി വെച്ചിട്ടുണ്ടെന്നുള്ളത് നിനക്ക് ഒരിക്കലും എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അതുപോലെയാണ് ഒരു സീഡ്. ഈ സീഡ്, ഒരു ആപ്പിളിനകത്ത് ചിലപ്പോൾ 10-15 വിത്ത് കിട്ടും, എണ്ണിയെടുക്കാം. ബൈബിളിൽ നമുക്ക് 100-1000 പ്രോമിസ് നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷെ ആ ഒരു വിത്തിനെ യഥാർത്ഥമായി നീ പ്ലാന്റ് ചെയ്താൽ അതിൽ നിന്ന് വരാൻ പോകുന്ന ആപ്പിളുകൾ ഭാവിയിൽ എത്രയാണെന്ന് ഒരിക്കലും എണ്ണാൻ പറ്റത്തില്ല. അതുപോലെയാണ് പ്രിയരെ, ദൈവത്തിൻ്റെ വചനം വിത്താകുന്നു. നിനക്ക് വേണ്ടിയതൊക്കെയും, നിനക്ക് ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും അതിനകത്ത് വച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. പക്ഷെ പ്രശ്നം എന്നറിയാവോ? നല്ല കവറൊക്കെ ഇട്ട് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നമ്മളൊരു കറുത്ത സിബുള്ള ഒരു ബാഗ് കൂടെ വാങ്ങിച്ചിട്ട് പൂട്ടി അലമാരക്കകത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ചിലരുടെയൊക്കെ വീട്ടിലാണെങ്കിലോ ഒരു വലിയ സ്റ്റാൻഡിൽ ഇങ്ങനെ വെച്ചിട്ട് ഒരു മെഴുതിരിയും കൊളുത്തി വെച്ചിട്ട് തുറന്ന് വച്ചിരിക്കും. വർഷങ്ങളായിട്ട് തുറന്നിരിക്കുന്ന പേജാണെന്ന് കണ്ടാൽ അറിയാം, പൊടിയൊക്കെ പറ്റി ഇങ്ങനെ ഇരിക്കും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. ദൈവത്തിൻ്റെ വചനത്തെയാണ് കാണുന്നത്. ബൈബിൾ തുറന്ന് വെച്ചിട്ടുണ്ടാവും. ചിലരാണെങ്കിലോ രാത്രിയിൽ ഭയപ്പെടാതിരിക്കാൻ തലയുടെ അടിയിൽ ബൈബിള് വെച്ച് കിടന്ന് ഉറങ്ങും. ഇച്ചിരി കട്ടിയും കിട്ടുമല്ലോ, വെച്ചിട്ട് ഉറങ്ങും. ഒരു കാര്യം ഉണ്ടാവുമോ? ഇല്ല. കാര്യമില്ല. ആ കടുക് മണി കവറിലിട്ടിട്ട് തല വെച്ചാൽ ഒരു മാറ്റം ഉണ്ടാകാത്ത പോലെ ദൈവവചനം അങ്ങനെ വെച്ചിരുന്ന ഒരു മാറ്റം ഉണ്ടാകത്തില്ല. പക്ഷേ അതിനെ തുറക്കണം, പുറത്തെടുക്കണം. കുഴിച്ചിടല് ഇവിടെ കുഴിച്ചിടണം. ഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക് ഇത് ഇറങ്ങണം. വെറുതെ കാണാൻ പഠിക്കരുത്, ഭക്ഷിക്കണം. അതിനകത്തേക്ക് എടുക്കണം, മെഡിറ്റേറ്റ് ചെയ്യണം. അതിൻ്റെ സത്ത ഇങ്ങ് പിടിക്കുന്നത് വരെ, അതൊരു വെളിപ്പാടായിട്ട് മാറുന്നത് വരെ അതിനെ മനനം ചെയ്യണം, മെഡിറ്റേറ്റ് ചെയ്യണം. യേശുവിൻ്റെ അടിപ്പിണരാൽ ഞാൻ സൗഖ്യമായിരിക്കുന്നു. യേശുവിൻ്റെ അടിപ്പിണരാൽ ഞാൻ സൗഖ്യത്തെ സ്വീകരിക്കുന്നു. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഈ വചനമാണ് നിൻ്റെ ചിന്തയെങ്കിൽ ആ സൗഖ്യം നീ എക്സ്പീരിയൻസ് ചെയ്തിരിക്കും. കാര്യം എന്നാ?
ആ വചനത്തിനൊരു ഫ്രൂട്ടുണ്ട്. ആപ്പിളിൻ്റെ വിത്ത് നട്ട ആപ്പിൾ തന്നെ കിട്ടും. സൗഖ്യവുമായി റിലേറ്റ് ചെയ്ത പ്രോമിസ് ആണോ നീ മെഡിറ്റേറ്റ് ചെയ്യുന്നതെങ്കിൽ സൗഖ്യം തന്നെ എക്സ്പീരിയൻസ് ചെയ്യും. പക്ഷെ നീ മെഡിറ്റേറ്റ് ചെയ്യുന്ന രോഗമാണെങ്കിൽ നീ രോഗം തന്നെ. ആപ്പിളിൻ്റെ വിത്ത് പറഞ്ഞതിന് പകരം കള്ളിമുൾച്ചെടി കൊണ്ട് നട്ടിട്ട് ആപ്പിൾ കിട്ടും നോക്കിയിരുന്നാൽ കിട്ടൂല. രാവിലെ മുതൽ വൈകുന്നേരം വരെ മെഡിറ്റേറ്റ് ചെയ്യുന്നതോ രോഗം വരുമോ എന്തോ, ചാകുമോ എന്തോ, തിരുമോ എന്തോ, ഉറപ്പായിട്ട് കിട്ടും. എന്താണോ നട്ടത് അത് കിട്ടിയല്ലേ പറ്റൂ. അതുകൊണ്ട് ആ സദൃശവാക്യം പറഞ്ഞു, ജീവന്റെയും മരണത്തിന്റെ അധികാരം നിന്റെ നാവിലിരിക്കുന്നു. ദൈവത്തിന്റെ വചനമാണോ നിന്റെ നാവിലിരിക്കുന്നെങ്കിൽ, നീ അതിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അതിന്റെ ഫലം നീ അനുഭവിക്കും. ഹല്ലേലൂയ. നമ്മൾ എന്താണ് ഓരോ ദിവസവും പ്ലാൻ ചെയ്യുന്നത്, അതാണ് നമ്മൾ നാളെ കൊയ്യാൻ പോകുന്നത്. ഹല്ലേലൂയ. ഇവിടെ യേശു പറയാണ്, ആ വചനം, ആ വിത്ത് എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാകുന്നു. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? എടുത്ത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണം. നിങ്ങൾ തീരുമാനമെടുക്കുക, ഇന്ന് ഞാൻ 5 വിത്ത് പ്ലാന്റ് ചെയ്യും. സമൃദ്ധിയുടെ നമ്മൾ നാളെ വൈകുന്നേരത്തെ ബൈബിൾ സ്റ്റഡി നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യണം. നമ്മൾ സമൃദ്ധിയെ കുറിച്ച് പഠിക്കാൻ പോവാം. രാത്രിയുള്ള ബൈബിൾ സ്റ്റഡി എല്ലാവരും ജോയിൻ ചെയ്യണം. 7:30 മണിക്ക് നിങ്ങൾ ജോയിൻ ചെയ്യണം. നിങ്ങൾ ബുക്കുമായി പേനയുമായിട്ട് വരണം. അതിനകത്ത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സമൃദ്ധിയുടെ കുറച്ച് വിത്തുകളെ കുറിച്ചാണ്. ഈ വിത്തുകൾ നിങ്ങൾ എന്താണ് എഴുതിയെടുക്കണം, നിങ്ങളുടെ ഹൃദയത്തിൽ പ്ലാൻ ചെയ്യണം. ഈ ആഴ്ച ഞാൻ എവിടെ പോകുമ്പോഴും ഇത് പ്ലാൻ ചെയ്ത് പോവും. ഡെയിലി ബേസിൽ പ്ലാൻ ചെയ്ത് നോക്ക്. നാളെ എന്നിട്ട് അയ്യോ അക്കൗണ്ട് എടുത്ത് നോക്കണം, വന്നില്ലെന്ന് പറഞ്ഞിട്ട് ഇതൊന്നും നടക്കൂല എന്ന് വിചാരിക്കരുത്. സമയമെടുക്കുന്നേ. ഇതൊന്ന് പ്ലാൻ ചെയ്താൽ ഫലം ഉറപ്പാ. മിനിമം ഗ്യാരണ്ടി 30. ഇന്ന് ഏത് ബാങ്കിൽ കൊടുത്താലും 5%, 6% കിട്ടത്തുള്ളൂ. മാക്സിമം 10 മാക്സിമം. പക്ഷെ നമ്മുടെ കർത്താവ് പറഞ്ഞതാ മിനിമം 30, 60, 100 നോർമലി 100. അപൂർവ കേസുകളിൽ മാത്രമേ 60, 100 വരുള്ളൂ. നമ്മൾ 30, 60, 100 അല്ല. നിങ്ങൾ ശ്രദ്ധിച്ചറിയണം, എഴുതിക്കുന്നത് 100, 60, 30. അതായത് മാക്സിമം 100. മിനിമം അത്യാവശ്യം എല്ലാവർക്കും 100 കിട്ടും. ചില കേസുകളിൽ അത് 60, 30 ആയി പോകുന്നുള്ളൂ. എങ്കിലും മിനിമം ഗ്യാരണ്ടി 30 ഉണ്ടേ, ഒട്ടും നഷ്ടമാവില്ല. ഇപ്പൊ ഡെയിലി ബേസിൽ വചനം എടുത്ത് ഇങ്ങനെ പ്ലാൻ ചെയ്യണം. ഡെയിലി പ്ലാൻ ചെയ്യണം. എന്നിട്ട് ഫലം കണ്ടോ ഇല്ല എന്നുള്ളത് നീ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പറ. കാരണം അതിനൊരു ടൈമുണ്ട്. ദൈവം ഒരു അപ്പോയിന്റ് ടൈം വെച്ചിട്ടുണ്ട്. കാരണം വിതയും കൊയ്ത്തും അവൻ്റെ സിസ്റ്റത്തിലുള്ളതാ. വിതച്ചിട്ടുണ്ടോ കൊയ്ത്തുണ്ട്. നീ നല്ലത് വിതച്ചിട്ടുണ്ടോ കൊയ്തിരിക്കും. നീ കളയാണോ വിതച്ച അതേ കാണത്തുള്ളൂ. ശത്രു എപ്പോഴും അത് വിതയ്ക്കാൻ നിന്നെ കൊണ്ട് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. പറ എൻ്റെ ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടിരിക്കുക, ആർത്രൈറ്റിസ് എന്നാണ് തോന്നുന്നത്, മുട്ടുവേന അയ്യോ പൊടിഞ്ഞെന്ന് തോന്നുന്നത്. ഇതിങ്ങനെ തോന്നിച്ചുകൊണ്ടിരിക്കും. അത് പറയാനല്ല. വചനം പറയുന്നു, നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരും. എൻ്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരും. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു, വാർദ്ധക്യ കാലത്തും ഞാൻ പുഷ്ടി പ്രാപിച്ചും ഫലം കാഴ്ചയും ഇരിക്കും, ഞാൻ പച്ച പിടിച്ചിരിക്കും. ഇതാണോ നിന്റെ ചിന്ത? ഇതാണോ നീ പ്ലാൻ ചെയ്യുന്നത്? അടുത്ത ആഴ്ചകളിൽ, അടുത്ത മാസങ്ങളിൽ നീ കാണാൻ പോകുന്നതാണ്. ഹല്ലേലൂയ. ഒരു വാഴ നട്ടാൽ ഒരു കാലമില്ലേ, ഒരു മിനിമം പീരീഡ് ഇല്ലേ അതിനൊരു ഫലം കിട്ടാൻ വേണ്ടിയിട്ട്? അയ്യോ ഇല്ല, നട്ടിട്ട് 3 ദിവസമായപ്പോൾ ശരിയായില്ല, പിഴുത് കളയോ? ഇല്ലല്ലോ. വെള്ളം ഒഴിക്കത്തില്ലേ, കൂടെ നിൽക്കത്തില്ലേ? അങ്ങനെയാണെങ്കിൽ പ്രിയരെ, നശിച്ചു പോകാത്ത നിത്യമായ ദൈവത്തിൻ്റെ വചനമാണെങ്കിൽ എത്ര അധികം ഫലം കായ്ക്കും. നശിച്ചു പോകുന്ന വാഴത്തേക്ക് ഇറങ്ങിയ വിശ്വാസമാണെങ്കിൽ, നശിച്ചു പോകുന്ന തേങ്ങാത്തയ്യ വിശ്വാസമാണെങ്കിൽ, നശിച്ചു പോകാത്ത ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും അവൻ്റെ വചനങ്ങൾക്ക് മാറ്റമില്ലെന്ന് പറഞ്ഞ വചനത്തിന് എത്രമാത്രം നീ ട്രസ്റ്റ് ചെയ്യണം. പറഞ്ഞത് ചില്ലറക്കാരനല്ല. സകല തിരുവെഴുത്തുകളും ദൈവശ്വാസീയമാണ്. ദൈവത്തിൻ്റെ ശബ്ദമടങ്ങിയതാ, ദൈവത്തിൻ്റെ ശ്വാസമടങ്ങിയതാണെങ്കിൽ അതിനെ ഒന്നും മൂടി വയ്ക്കാൻ ഒരു മണ്ണിനും പറ്റത്തില്ല. അത് പുറത്തു വരും. ഒരിക്കൽ ശ്രമിച്ചതാ, 3 ദിവസം പിടിച്ചു വയ്ക്കാൻ നോക്കി, 4ാമത്തെ ദിവസം ഉയർത്തെഴുന്നേറ്റോ. ഹല്ലേലൂയ. ഒരു കുഴിച്ചിടലുണ്ടെങ്കിൽ ഒരു ഉയർപ്പുണ്ട്, ഒരു നടലുണ്ടെങ്കിൽ ഒരു കൊയ്ത്തുണ്ട്. പക്ഷെ നടണം. ഹല്ലേലൂയ. എനിക്ക് നിങ്ങൾക്കും 10 സെന്റ് സ്ഥലം ഇതുണ്ടെന്ന് വിചാരിച്ചോ. ഇപ്രാവശ്യം ഞാൻ അരപ്പറ നെല്ല് കൊണ്ട് വിതച്ചു, നെല്ല് നട്ടു. നിങ്ങളാണെങ്കിലോ അവിടെ മരിച്ചിനി നട്ടു. ഓക്കെ, മരിച്ചിനി നട്ടു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കൊയ്ത്തിന് സമയമായപ്പോൾ നിങ്ങൾക്ക് കുറേ മരിച്ചിനി കിട്ടും, ശരിയല്ലേ? എനിക്ക് നെല്ലും കിട്ടും. ഞാൻ അരപ്പറയാണ് വിതച്ചെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രപ്പോർഷണൽ സാധനം കിട്ടും. കൂടുതൽ വിതച്ചാൽ കൂടുതൽ കിട്ടും, അല്ലേ? ശരിയല്ലേ? പക്ഷെ നിങ്ങൾ ഇപ്രാവശ്യം വിചാരിച്ചു മരിച്ച് നടന്നില്ല, അവിടെ കാട് കയറും. ഞാൻ നെല്ലും കൊയ്ത് വരുമ്പോൾ നിങ്ങൾ കാട് പറിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. നിങ്ങൾ പറയാണ് ഇപ്രാവശ്യം മരിച്ചിന് കിട്ടിയില്ല കേട്ടോ. എന്നാ കാരണം? എന്നാ? മരിച്ചിന് കമ്മിട്ടില്ല, നടാതെ കിട്ടത്തില്ല. നമ്മൾ ഒത്തിരി നടുന്നുണ്ട്, പക്ഷെ നടുന്നതൊക്കെ മിക്കവാറും വേണ്ടാത്തതൊക്കെയാണ്. നാളെ എന്തൊരാവുമെന്തോ, മക്കളുടെ കാര്യം എന്നതാവുമെന്തോ. 3 പഠിക്കുന്ന കൊച്ചിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നത് 15 വർഷം കഴിഞ്ഞ് എന്നാ സംഭവിക്കുന്ന നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും.
എന്നതാവുമെന്നോ? കർത്താവിൻ്റെ വചനം പറയുന്നു, ഒന്നിനെ കുറിച്ച് നീ ആകുലപ്പെടരുത്, നാളെക്കുറിച്ച് ചിന്തിക്കരുത്. നാളത്തെ ദിവസം ഉണ്ടെങ്കിൽ ആ ദിവസം നിനക്ക് വേണ്ടി വിചാരപ്പെടും. കർത്താവിൻ്റെ മോനുണ്ട്, അവൻ എന്നാ കൊടുക്കണം, നാളെ ദിവസം നിനക്ക് വേണ്ടി കരുതുമെന്നാണ് വചനം പറയുന്നത്. നീ അതിനെക്കുറിച്ച് കരുതരുത്. ഹല്ലേലൂയ. നാളെ ദിവസം നിന്നെ ദൈവം ഈ ഭൂമി വെച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് വേണ്ടിയതിനെ നാളെയോട് കൽപ്പിച്ചിട്ടുണ്ട് നിനക്ക് തരാനായിട്ട്. അതാ വചനത്തിൻ്റെ അർത്ഥം. നാളെക്കുറിച്ച് നീ വിചാരപ്പെടരുത്. നാളെ എന്തു ചെയ്യും, നാളെ എന്തു ചെയ്യും? ഒരു ഐഡിയ ഇല്ല നാളെ എന്താവും. നമുക്കറിയോ? അറിയത്തില്ല. പക്ഷെ അവൻ അറിയുന്നു. നാളുകളെ അറിയുന്ന ദൈവമുള്ളപ്പോൾ നാളെക്കുറിച്ച് നീ വിചാരപ്പെടരുത്. വിചാരപ്പെടുന്നതുകൊണ്ട് നിന്റെ മുടി കറുപ്പിക്കാനോ വെളുപ്പിക്കാൻ പറ്റുമായിരിക്കും. ടെൻഷൻ കൂടിയാൽ വെളുക്കും. പക്ഷേ ഒരു മുഴ നീട്ടാനോ ഒന്ന് കുറയ്ക്കാനോ പറ്റത്തില്ല. നമ്മൾ കൊണ്ടൊന്നും കഴിയത്തില്ല പ്രിയരെ. പക്ഷേ കഴിയുന്ന ദൈവത്തെ അവൻ്റെ മുന്നിൽ നമ്മൾ വിട്ടുകൊടുക്കുക. നമ്മുടെ ചിന്തകളെ, സ്ട്രെസ്സുകളൊക്കെ മാറ്റുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ വിതയ്ക്കുക. ഉറക്കെ പറ, വിതയ്ക്കണം. എന്ത് വിതയ്ക്കണം? വചനമെന്ന വിത്ത് വിതയ്ക്കണം. നിങ്ങൾ എന്നതാ ആഗ്രഹിക്കുന്നേ? ഇപ്പൊ അനന്തുവിന് ആഗ്രഹം നല്ലൊരു കപ്പക്കൊലയാണ്. 6 മാസം കഴിയുമ്പോൾ ഒരു കപ്പക്കൊല വീട്ടിൽ കാച്ചിങ്ങനെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു പാളയം കൊണ്ട് ദൈവം നട്ടാൽ മതിയോ? പറ്റത്തില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പ്രോസ്പെറിറ്റി കാണണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ, സമൃദ്ധി കാണണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രോമിസുകളെ നീ പ്ലാൻ ചെയ്യണം. ഇല്ലായ്മയെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടേ. സാരഭാത്തിലെ വിധയെ പോഷിപ്പിച്ച ദൈവം, ഏലിയാവിനെ പോഷിപ്പിച്ച ദൈവം, 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പോഷിപ്പിച്ച ദൈവം, അതായിരിക്കണം നിന്റെ മെഡിറ്റേഷൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തക്ക സമയത്ത് പ്രൊവൈഡ് ചെയ്യുന്ന ദൈവം യഹോവ ഇറേ, ദ പ്രൊവൈഡർ ഗോഡ്. ആ ദൈവത്തെ നീ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാതെ നിന്റെ സാഹചര്യത്തെ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അയ്യോ നാളെ ബാങ്കുകാർ വരും, പലിശക്കാർ വരും, കടമ, ഇതെല്ലാം വിത്തുകളാ. കാരണം എന്നാ? നിന്റെ ചിന്തകൾ, മെഡിറ്റേഷൻ, അത് വിത്തുകളാണ്. എന്താണോ നീ ചിന്തിക്കുന്നത് മെഡിറ്റേറ്റ് ചെയ്യുകയാണ്, അത് നീ പ്ലാൻ ചെയ്യുകയാണ്. അപ്പോൾ അയ്യോ ബാങ്കിൽ ബാലൻസ് ഇല്ല, കയ്യിൽ പൈസ ഇല്ല, കടക്കാർ വരും, അത് ചിന്തിക്കുന്ന സമയം സാരഭാത്തിലെ വിതയ്ക്ക് സമയമായപ്പോൾ തക്ക സമയത്ത് ദൈവദൂതനെ പോലെ ആ മനുഷ്യനെ ദൈവം അവിടെ അയച്ചുവെങ്കിൽ, ആ പ്രവാചകനെ അയച്ചുവെങ്കിൽ, കാക്കയെ അയച്ചുവെങ്കിൽ, ആ കയ്യിരുന്ന 5-നെയും 2-നെയും 5000 പോഷിപ്പിച്ചുവെങ്കിൽ ആ ദൈവം ജീവിക്കുക. എനിക്കൊന്നിനും കുറവുണ്ടാകത്തില്ല. എൻ്റെ ദൈവം എന്നെ ഒരിക്കൽ ലജ്ജിപ്പാൻ ഇട വരുത്തത്തില്ല. അവൻ എൻ്റെ സമ്പത്തിനെ അനുഗ്രഹിക്കും. യഹോവയുടെ സമ്പത്ത് എൻ്റെ മേൽ വരും. യഹോവയുടെ അനുഗ്രഹത്താൽ എൻ്റെ മേൽ സമ്പത്ത് ഉണ്ടാകും. അത് അവൻ്റെ വചനമാണ്. ഹല്ലേലൂയ. സദൃശവാക്യങ്ങൾ 10:22 പറയുന്നു, യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്ത് ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ളതിനാൽ സമ്പത്ത് ഉണ്ടായി വരും. ഞാൻ വായ്പ വാങ്ങത്തില്ല, ഞാൻ വായ്പ കൊടുക്കുന്നവനായിരിക്കും. എനിക്ക് സമൃദ്ധി തന്നെ ഉണ്ടാകും. എൻ്റെ വീട്ടിൽ ആഹാരം കുറയത്തില്ല. എൻ്റെ ഭരണികൾ നിറഞ്ഞു കവിയും. മെഡിറ്റേറ്റ് ചെയ്യാവോ? അത് കാണും. ഇന്ന് മെഡിറ്റേറ്റ് ചെയ്ത് നാളെ ബാങ്കിൽ പോയി നോക്കരുത്. വെയിറ്റ് ചെയ്യണം. ദെയർ ഇസ് എ വെയിറ്റിംഗ് പീരീഡ്. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പീരീഡ്. ഒരു പ്രോസസ് ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നമ്മൾ അതിനനുസരിച്ച് നമ്മൾ നാളത്തെ ബൈബിൾ സ്റ്റഡിയിൽ നമ്മൾ പരിശുദ്ധമായിരിക്കുന്ന കുറച്ച് ദിവസം മുമ്പ് തന്ന ചിന്തയാണ്. നാളെ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് പ്രോസ്പെരിറ്റിയെ കുറിച്ചാണ്. ചില വിത്തുകൾ പ്ലാന്റ് ചെയ്യുകയാണ്. നിങ്ങൾ അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ എഴുതിയെടുക്കാനായിട്ട് ബുക്കും പേനയുമായി റെഡി ആയിരിക്കണം. ഈ ആഴ്ച നിങ്ങളത് പ്ലാൻ ചെയ്യണം. വ്യക്തമായി പ്ലാൻ ചെയ്തിട്ട് ശ്രദ്ധിക്കേണ്ടിരിക്കണം. പറഞ്ഞുതരാം. പ്ലാൻ ചെയ്തിട്ട് ഇട്ടേച്ച് പോകരുത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ പറഞ്ഞതുപോലെ ഒരു വാഴത്തൈ നട്ടാൽ പിന്നെ തിരിഞ്ഞു നോക്കാതെ 6 മാസം കഴിഞ്ഞ് കൊലയ്ക്ക് വേണ്ടി നോക്കിയാൽ വാഴത്തൈ ഇങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കും. അതങ്ങനെ തന്നെ നിൽക്കും മിക്കവാറും. അല്ലെങ്കിൽ കുരു പിടിച്ചിരിക്കും. എന്നാ ചെയ്യണം? ഇടയ്ക്കിടയ്ക്ക് വരണം, ഒന്ന് പരിപാലിക്കണം, വെള്ളം ഒഴിച്ചു കൊടുക്കണം, വേണ്ട ചുറ്റി നിൽക്കുന്നതിനെ ഒന്ന് പറിച്ചൊന്ന് വെക്കണം, ആ കളയൊക്കെ ഒന്ന് മാറ്റണം. ശരിയല്ലേ? എങ്കിലല്ലേ കായ്ക്കൂ, നന്നായി കായ്ക്കുള്ളൂ. ആണോ? അല്ലേ? നട്ടിട്ടില്ല ആരും? ഉണ്ടല്ലോ അല്ലേ? ഞാൻ ഈ ആദ്യം പറഞ്ഞ് നട്ടിട്ടുണ്ട്. എങ്ങനെയാണെന്നറിയാവോ? നട്ടിട്ട് തിരിഞ്ഞു നോക്കാതെ കുറേ കാലം കഴിഞ്ഞ് പോയപ്പോൾ അതെന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇരിപ്പുണ്ട്. ഞാൻ ചോദിച്ചു, 6 മാസമായല്ലോ വളരാത്തന്തേ? വളരെ നീ കൂടെ വിചാരിക്കണം, എങ്കിലേ ഞാൻ വളരത്തുള്ളൂ. അത് മാത്രം വിചാരിച്ച പോലെ. അതുപോലെ ദൈവത്തിൻ്റെ വചനം നമ്മൾ അകത്തിട്ടിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കാതിരിക്കരുത്. കാരണം എന്നറിയാവോ? ശത്രു നോക്കിയിരിക്കുക. യേശു പറഞ്ഞു, വചനം വിതച്ചിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ പിശാച് നോക്കിയിരിക്കുന്നത് വചനം എടുത്തുകൊണ്ട് പോകാൻ വേണ്ട. അവൻ വേണമെങ്കിൽ ഇതിൻ്റെ മൂടിലെ മണ്ണങ്ങ് മാന്തിക്കളയും. ചിലപ്പോൾ കള കൊണ്ടിട്ടിട്ട് പോവും.
ഭയങ്കര കണ്ണിങ് ആണ് അവൻ. അപ്പം എന്ത് ചെയ്യണം? ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കണം, ഇടയ്ക്കിടയ്ക്ക് മെഡിറ്റേറ്റ് ചെയ്യണം. ഒരിക്കൽ മെഡിറ്റേറ്റ് വിട്ടുപോകരുത്. പിന്നെ വന്ന് ലോകത്തിൻ്റെ പ്രശ്നങ്ങളും ചിന്തകളും ഒന്ന് ഞെരുക്കരുത്. അതുകൊണ്ടാണ് യേശു ആ വിതയ്ക്കുന്ന വിതയുടെ ഉദാഹരണം പറയുമ്പോൾ, നിങ്ങൾക്ക് അറിയാവുന്ന ഭാഗമാണ് ഞാൻ വിശദീകരിക്കാത്തത്. അവിടെ യേശു പറയുന്നുണ്ട്, വചനമാകുന്ന വിത്ത് വിത ശേഷം പെട്ടെന്ന് മുളച്ചു വരും. അടുത്തോ ലോകത്തിൻ്റെ ചിന്തയും ധനത്തിൻ്റെതായുള്ള ചിന്ത, ആകുലതകളും ടെൻഷനും ഒക്കെ വരുമ്പോൾ ഇതങ്ങ് ഞെരുക്കിക്കളയും. ഇതാ പ്രശ്നം. ഇന്ന് ഇവിടെ നിന്ന് വചനം കിട്ടുമ്പോൾ ത്രില്ലങ്ങ് പോവും. അവിടെ വീട്ടിൽ പോകുമ്പോഴേക്കും പ്രശ്നങ്ങൾ കാണുമ്പോൾ അങ്ങ് ഞെരുക്കാൻ തുടങ്ങും. പിന്നെ ഇതങ്ങ് പോവും. അടുത്ത ശനിയാഴ്ച നമ്മൾ ഓർക്കുള്ളൂ. പിന്നെ അപ്പോഴേക്കും എന്ത് ചെയ്യും? ഇത് കയറി അങ്ങ് പിടിക്കും. അതിനെ പിന്നെ വളരെ അനുവദിക്കാതെ ആവും. നമ്മൾ എന്നാ ചെയ്യണം? സ്ഥിരമായിട്ട് വാച്ച് ചെയ്യണം. ലോകത്തിൻ്റെ ചിന്തകൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ അതിനനുസരിച്ച് വിശ്വാസം ത്യജിക്കാതെ ആവശ്യമായ വെള്ളം കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മറ്റൊരു പേരാണ് വെള്ളം. അത് കൊടുത്തുകൊണ്ടേയിരിക്കണം, ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണം. വീണ്ടും വീണ്ടും വേറെ വേറെ വചനങ്ങൾ ഇട്ടുകൊണ്ടേയിരിക്കണം. ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ അത് പുഷ്ടി പ്രാപിക്കും. 6 മാസം കഴിയുമ്പോൾ നമ്മൾ പോലും അറിയാത്ത നല്ല കൊല വീട്ടിനെ മുറ്റത്തുണ്ടാവും. കാരണം എന്നാണെന്നറിയുമോ? ആ വാഴയിൽ കൊലയ്ക്കാമെങ്കിൽ, അതിന് ഫലം തരാമെങ്കിൽ, മാറ്റമില്ലാതെ ദൈവത്തിൻ്റെ വചനം എത്ര അധികമായി ഫലം കായ്ക്കും. ഹല്ലേലൂയ. ഇപ്പോൾ വിതയ്ക്കേണ്ട സ്ഥലത്ത് വിതയ്ക്കണം. എല്ലാത്തിനും പ്രോമിസ് ഉണ്ട്. നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും ഒരു വിഷയത്തിന് നിങ്ങൾക്ക് ഇത് കിട്ടിയില്ലെങ്കിൽ പറ, ഞാൻ എടുത്തു തരാം. എൻ്റെ ജീവിതത്തിൽ എൻ്റെ വിഷയമുണ്ട്, അതുമായി ബന്ധപ്പെട്ട ഒന്നിനകത്ത് കാണുന്നില്ലെന്ന് പറയാൻ പറ്റുന്ന ഒരെണ്ണവും ഇല്ല. നിങ്ങൾക്ക് എന്ന മേഖല ആയിക്കോട്ടെ, ഭയമായിക്കോട്ടെ, ആങ്സൈറ്റി ആയിക്കോട്ടെ, നിങ്ങളുടെ കുടുംബ പ്രശ്നം ആയിക്കോട്ടെ, നിങ്ങൾക്ക് രോഗമായിക്കോട്ടെ, കഷ്ടപ്പാടായിക്കോട്ടെ, ഒറ്റപ്പെടലായിക്കോട്ടെ, എന്തും, പ്രിയപ്പെട്ടവരുടെ വേർപാടായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ആ മേഖലയിലൊക്കെയും ദൈവത്തിൻ്റെ വചനമുണ്ട് നമുക്ക് വേണ്ടിയിട്ട്. നമുക്ക് വേണ്ടി നമ്മോട് സംസാരിക്കുന്ന വചനം നമ്മൾ എടുത്ത്, വചനം പറയുന്നത്, നിങ്ങൾ തിരുവഴുത്തിൽ അന്വേഷിച്ച് കണ്ടെത്തണം, അന്വേഷിക്കണം. അതിനകത്ത് എന്തുണ്ട്? ജീവനുണ്ട്. ഹല്ലേലൂയ. അതിനെ കണ്ടെത്തി പഠിക്കണം. ഞാൻ തുടങ്ങിയെടുത്തേക്ക് തിരിച്ചു വന്ന് പെട്ടെന്ന് അവസാനിപ്പിക്കാം. കുറേ ഡീവിയേറ്റ് പോയി. നമ്മൾ ക്രിസ്തുവിൽ നമുക്കുള്ള അധികാരത്തെക്കുറിച്ച് നമ്മൾ തുടങ്ങി വന്നത്. അപ്പോൾ ഒരു സീഡ് ഫോമിൽ നമുക്ക് തന്നിരിക്കുന്ന ഈ അനുഗ്രഹങ്ങളെ, നന്മകളെ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായത് വിതയ്ക്കണം. ഓക്കെ. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം. ഇന്ന് ആ മേഖലയിൽ നമുക്ക് ഒത്തിരി സംസാരിക്കാൻ സമയമില്ല, എങ്കിലും ചുരുക്കമായ ആ മേഖലയിൽ തൊട്ട് നമുക്കൊന്ന് അവസാനിപ്പിക്കാം. മത്തായി 28:18. All authority has been given to me in heaven and on earth. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആർക്ക്? യേശുവിന്. ആകയാൽ നിങ്ങൾ പുറപ്പെടുക, ഞാൻ നിങ്ങൾക്ക് ഈ അധികാരവുമായി നിങ്ങൾ അയക്കുകയാണ്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും നിങ്ങൾക്ക് നൽകുകയാണ്. കൊലോസ്യർ 2-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം, കൊലോസ്യർ 2:15 ഇങ്ങനെ പറയുന്നു, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വയ്പ്പിച്ച് ക്രൂസിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. അപ്പോൾ യേശുവിൻ്റെ വിജയത്തെക്കുറിച്ച് പറയുകയാണ്. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വയ്പ്പിച്ച് ക്രൂസിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. യേശുവിൻ്റെ ജയം അത് നമ്മുടെ കൂടെ ജയമാണ്. യേശു പറയാണ്, ഞാൻ ഓൾറെഡി ജയിച്ചു, ഓൾറെഡി അധികാരം എന്നെ നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെടുക, നിങ്ങൾ പോവുക. ശത്രു പരാജയപ്പെട്ടവനാണ്, സാത്താൻ പരാജയപ്പെട്ടവനാണ്. നിങ്ങൾ പുറപ്പെടുക, നിങ്ങൾക്ക് അധികാരമുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ ലൂക്കോസ് 10-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. ലൂക്കോസ് 10:19. എന്താ വാക്യം? യേശു പറയുകയാണ്, പാമ്പുകളെയും, ഉറക്കെ പറഞ്ഞേ, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ, ഉറക്കെ പറഞ്ഞേ, സകല ബലത്തെ ചവിട്ടുവാൻ. അപ്പൊ യേശു അധികാരം തന്നിട്ടുണ്ടെങ്കിൽ അത് ആർക്കുണ്ട്? നമുക്കുണ്ട്, നിങ്ങൾക്കുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ പറയണം, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ എനിക്ക് അധികാരം നൽകപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ എനിക്ക് ദോഷം വല്ല വരുമോ? ഇല്ല. അടുത്ത വാക്യം, ഒന്നും ഒരിക്കലും ഒരു ദോഷവും നിനക്ക് വരുത്തുകയും ഇല്ല. ഹല്ലേലൂയ. അപ്പോ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും, ഉറക്കെ പറ, ഒന്നും, ശത്രുവായി പറയുമല്ലോ, ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല.
ഹല്ലേലൂയ. ആ തണ്ടിയുടെ നമ്മുടെ അകത്ത് പറഞ്ഞു. ഇതെങ്ങനെ വരുന്ന അറിയാവോ? ഇതകത്ത് ഇറങ്ങി അവിടെ നിന്ന് റൂട്ട് എടുത്താലേ, വേരെടുത്താലേ ഇത് പുറത്ത് വരുമ്പോൾ ഒരു ഗാംഭീര്യമൊക്കെ വരത്തുള്ളൂ. ശത്രു നോക്കി തൻ്റെ അടുത്തോട് പറയണം, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ എനിക്ക് അധികാരം നൽകപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയാണ് എങ്ങനെ നടക്കണം? ഇങ്ങനെയല്ല, ഇങ്ങനെ നടക്കണം. എനിക്ക് അധികാരം നൽകപ്പെട്ടിരിക്കുകയാണ്. പാമ്പിനെയും തേളിനെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം നൽകപ്പെട്ടിരിക്കുന്നു. ഒന്നും ഒരിക്കലും ഒരു ദോഷവും വരുത്തുകയില്ല. നമ്മുടെ മൈൻഡിലേക്ക് ഈ അതോറിറ്റി, ശത്രുവിൻ്റെ ഒരു പ്രയാസം വരുമ്പോൾ, ശത്രു നമ്മുടെ ജീവിതത്തിൽ ഒരു സാധനം കൊണ്ടുവരുമ്പോൾ അതിനെ എതിരിടുന്ന രീതി, മൈൻഡ് സെറ്റ് അയ്യോ എന്നല്ല, നമുക്ക് അധികാരമുള്ളവരാണ്. രോഗത്തിൻ്റെ അവസ്ഥ വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ, ഇത് എല്ലാം നമ്മുടെ ജീവിതം വരാൻ സാധ്യതയുള്ളത് തന്നെയാണ്. വരാൻ പറയുന്നുണ്ട്, ലോകം നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതിനർത്ഥം ഞാൻ ജയിച്ചെങ്കിൽ നിങ്ങളും ജയിച്ചവരാണ്. നിങ്ങൾ അതിനോട് തോറ്റു കൊടുക്കരുത്. പ്രയാസവും പ്രശ്നവും പ്രതികൂലം വരുമ്പോൾ അതിനെന്ത് ചെയ്യണം? നിങ്ങൾ ഫൈറ്റ് ചെയ്യണം. പാമ്പും തേളുമൊക്കെ വരാൻ സാധ്യതകളുണ്ടല്ലേ ഞാൻ പറഞ്ഞത്, ചവിട്ട അധികാരം ഉണ്ടെന്ന് പറഞ്ഞേ. അപ്പോൾ ഇതൊക്കെ ഉള്ള ലോകത്തിൽ നമ്മൾ ആയിരിക്കുന്നത്. പാമ്പുകളും തേളുകളും പ്രശ്നങ്ങളും ഉള്ള ലോകത്തിലാണ്, ദോഷം വരാൻ സാധ്യതയുള്ള ലോകത്തിൽ അത് നിൽക്കുന്നത്. പക്ഷേ ക്രിസ്തുവിൽ നിനക്ക് ഒരു ദോഷവും വരത്തില്ല. നിനക്കൊരു ദോഷവും ചെയ്യാൻ അതിന് കഴിവില്ല. നിനക്കതിലുള്ള ഒരു ആയുധവും ഫലിക്കത്തില്ല. ഹല്ലേലൂയ. ഈ മലയാളം വെർഷനിലാണ് പാമ്പുകളും തേളും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇംഗ്ലീഷ് വെർഷൻ ഉപയോഗിക്കുന്ന വാക്കിനാണ് ബിഹോൾഡ് ഐ ഹാവ് ഗിവൻ യു അതോറിറ്റി. നിങ്ങൾക്ക് അധികാരം തരുന്നു. ബിഹോൾഡ്, കാണുക, നോക്കുക. അതായത് നോക്കി കാണണം. നിനക്ക് അധികാരം തന്നിട്ടുണ്ട്. ഒന്ന് ഉപയോഗിച്ച് നോക്ക്. യേശു പറയാണ്, ഒന്ന് ഉപയോഗിച്ച് നോക്ക്, ഞാൻ നിനക്ക് അധികാരം തന്നിട്ടുണ്ട്. എന്താണ്? പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെ. അവിടെ ഉപയോഗിച്ച വാക്കാണ് ഫിസിക്കൽ ആൻഡ് മെന്റൽ സ്ട്രെങ്ത് ആൻഡ് എബിലിറ്റി. ശാരീരികമായും മാനസികമായിട്ടുള്ള ആരോഗ്യവും ശക്തിയും നിനക്ക് തന്നിട്ടുണ്ട്. ഏത് പ്രശ്നപരമായ നേരിടാനുള്ള എന്തുണ്ട്? മാനസികമായ ശക്തിയും കൂടി ദൈവം തരുന്നുണ്ട്. അയ്യോ ഇതെന്നെ കൊണ്ടേ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് മാനസികമായി വിരല് പിടിക്കാനല്ല, മനസ്സിനുള്ള സ്ട്രെങ്തും കൂടി ദൈവം തരുന്നുണ്ട്. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ശക്തിയും കൂടെ കഥ തരികയാണ്. ഓവർ ഓൾ ദി പവർ ദാറ്റ് ദി എനിമി പൊസസസ്. ശത്രു വെച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ശക്തിയുടെയും മേൽ നിനക്ക് അധികാരത്തെ നൽകിയിരിക്കുകയാണ്. ഹല്ലേലൂയ. മാത്രമല്ല നിന്റെ പൊസിഷൻ കൂടെ മനസ്സിലാക്കുക. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 15-ാമത്തെ വാക്യം പറയുന്നുണ്ട്. 2-ാം അധ്യായം 6-ാമത്തെ വാക്യം പറയുന്നു, യേശു ക്രിസ്തുവിനോട് കൂടെ നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗ്ഗതലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു. നിങ്ങളുടെ പൊസിഷൻ വളരെ മേലെയാണ്, അതുകൊണ്ട് ചവിട്ടാൻ എളുപ്പമാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഉന്നതമായ പൊസിഷനാണ് ദൈവം ഇരുത്തിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞ അവസാനിപ്പിച്ചുള്ളൂ, നമ്മുടെ അതോറിറ്റി വരുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നാണ്. അത് വെറുതെ വചനം വായിക്കുന്നതിലൂടെ വരത്തില്ല. നമ്മുടെ അകത്തേക്ക് ഇത് ആഴത്തിൽ ഇറങ്ങണം. എഫക്റ്റീവ് ആവണമെങ്കിൽ ആഴത്തിൽ ഇത് പതിയണം, ആഴത്തിൽ കുഴിച്ച് അതിനെ വയ്ക്കണം. അപ്പോൾ ഹൃദയങ്ങളുടെ അകത്തേക്ക് സംഗീതക്കാരൻ 107:20 പറയുന്നു, അവൻ തൻ്റെ വചനം അയച്ച് സൗഖ്യമാക്കുക. ഹല്ലേലൂയ. സംഗീതം 107:20 അവൻ വചനം അയച്ച് സൗഖ്യമാക്കുന്ന ദൈവം. യാക്കോബ് തന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഉൾനട്ട വചനം, അതായത് ആഴത്തിൽ നട്ട വചനം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 21-ാമത്തെ വാക്യം. അവിടെ ഉപയോഗിക്കുന്ന വാക്കിനാണ് ഇംഗ്ലീഷിൽ റിസീവ് വിത്ത് മീക്ക്നെസ് ദ ഇംപ്ലാന്റഡ് വേർഡ്. സൗമ്യതയോടെ ഉൾനട്ട വചനത്തെ സ്വീകരിക്കുക. അതായത് വചനം വെറുതെ നട്ടാൽ പോരാ, ആഴത്തിൽ നടണം, ഉൾനട്ടണം, ഇംപ്ലാന്റ് ചെയ്യണം. അത് മാത്രം എന്ത് കൊണ്ടുവരത്തുള്ളൂ? ഫലം കൊണ്ടുവരത്തുള്ളൂ. ഹല്ലേലൂയ. ആഴത്തിൽ നട്ട വചനത്തെ നമ്മൾ കൈക്കൊള്ളണം. ആ വചനമാണ് എന്ത് ചെയ്തത്? ശക്തിയുള്ളത്. ആ വചനത്തിനാണ് എഫക്റ്റ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ വചനം ആഴത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുറത്ത് വെച്ചുകൊണ്ട് ഒരു വിത്തും ഇതുവരെ ഫലം കൊടുത്തിട്ടില്ല. ബൈബിളുണ്ട്, പ്രോമിസ് ഉണ്ട്, എനിക്ക് ഒത്തിരി വാഗ്ദത്ത ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് യാതൊരു പ്രയോജനം ഉണ്ടാവണമെന്നില്ല. പക്ഷെ എന്ത് ചെയ്യണം? അതിനെടുത്ത് നമ്മൾ എന്ത് ചെയ്യണം? പ്ലാൻ ചെയ്യണം. ഇന്ന് ഇതെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയുക. നമ്മുടെ വചനത്തിൽ എത്ര പ്രോമിസ് ഉണ്ടെങ്കിലും അത് നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞില്ലെങ്കിൽ, നട്ടില്ലെങ്കിൽ, അതുകൊണ്ട് യാതൊരു രൂപാന്തരവും യാതൊരു ഫലവും ഉണ്ടാകത്തില്ല. യേശു നമുക്ക് ഏറ്റവും വലിയ എക്സാമ്പിളാണ്. മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പോൾ 4:4 യേശു പറയുന്നുണ്ട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്നുള്ള വചനം കൊണ്ടും ജീവിക്കുന്നു. ഹല്ലേലൂയ. യേശു പിശാചിനോട് എതിർത്തത് മുഴുവൻ എഴുതപ്പെട്ട വചനം കൊണ്ടാണ്. ഓരോ പ്രാവശ്യം ടെംപ്റ്റേഷൻ വരുമ്പോൾ യേശു പറഞ്ഞു, ഇങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ. യേശുവിനോട് പിശാച് എന്ന് പറഞ്ഞു,
നീ എന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുമ്പിട്ട എല്ലാം എഴുതരാം, എല്ലാം ഇപ്പം പ്രമാണമൊക്കെ ഇരിപ്പോണ്ട് ഇപ്പം തന്നേച്ച് പോവാം, ഒന്ന് ജസ്റ്റ് ഒന്ന് കുനിഞ്ഞാൽ മതി, ഒന്ന്. യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനല്ലാതെ വേറെ ആരെയും നമസ്കരിക്കരുതെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലപ്പം പിശാച് ചില ദൈവദാസന്മാരുടെ രൂപത്തിൽ വരും. എങ്ങനെന്നറിയാവോ? വചനം കോട്ട് ചെയ്തുകൊണ്ട് വരും. യേശുവിൻ്റെ അടുക്കൽ അങ്ങനെ വന്നു, യേശുവേ സംഗീതം എഴുതിയിരിക്കുന്നുവല്ലോ, എന്നാൽ പിന്നെ നീ ചാട്, അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കുമെന്ന് എഴുതിയിട്ടുണ്ടല്ലോ. അതിനകത്തുള്ള ക്രൂക്കഡ്നെസ്സിനെ മനസ്സിലാക്കി യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്നും എഴുതിയിട്ടുണ്ട്. ഇത് മാത്രമല്ല ഇതിലുള്ളത്. ചിലങ്ങനെയാണ്, ചില വാക്കുകളെടുത്ത് കോട്ടി പറയും, ഓ യോബ് പറഞ്ഞല്ലോ തന്നു ദൈവം എടുത്തു, എന്നാൽ പിന്നെ ദൈവം എല്ലാം എടുത്തതായിരിക്കും. അത് മാത്രമല്ല, അവൻ സകലതും നൽകുന്നവനെന്നും എഴുതിയിട്ടുണ്ടല്ലോ. അവൻ ഒന്നും നമ്മളിൽ പിടിച്ചു വെക്കുന്നില്ല. തൻ്റെ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി തന്നവൻ അവനോടുകൂടെ സകലതും തരാതിരിക്കുമോ എന്നും എഴുതിയിട്ടുണ്ടല്ലോ. കള്ളപ്പിശാച് അത് മാത്രം വെച്ച് നീ ഇങ്ങോട്ട് കോട്ട് ചെയ്യാൻ വരണ്ട, ഇതും കൂടെ നീ ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. മാത്രമല്ല ഇനിയുമുണ്ട്, സകല നല്ല ദാനങ്ങളും തികഞ്ഞ വരവും ഉയരങ്ങളിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുമെന്നും കൂടെ എഴുതിയിരിക്കുന്നുവല്ലോ. മാത്രമല്ല ഇനിയുമുണ്ട്, പിതാവ് ഒരുവൻ അത്രേ നല്ലവൻ, അവൻ മാത്രം നല്ലവനെന്നും എഴുതിയിരിക്കുന്നുവല്ലോ. മറ്റൊരു എഴുതിയിരിക്കുന്നു, യേശു വന്നത് ജീവൻ നൽകുവാനും സമൃദ്ധിയായി നൽകുവാനെന്നും എഴുതിയിരിക്കുന്നുവല്ലോ. ഇത്രയും പറയാൻ നിൽക്കൂല, അതിന് മുമ്പ് ഓടും. ഇത്രയൊന്നും കേൾക്കാനുള്ള ശക്തി അവന് ഇല്ല. വചനം പറയുന്നു, പിശാച് അവനെ വിട്ട് ഓടിപ്പോയി. അതുകൊണ്ടാണ് യാക്കോബ് പറയുന്നത്, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. നമ്മൾ എതിർക്കുന്നില്ല, നമ്മൾ ആദ്യമേ തന്നെ സുല്ല് പറയും. അവൻ കൊണ്ട് ഫസ്റ്റ് ടെംപ്റ്റേഷൻ ഇടുമ്പോൾ നമ്മൾ സുല്ല് പറയും. അങ്ങനല്ല. യേശു ഇതെന്തുകൊണ്ടറിയാവോ? ഈ വചനം നമ്മുടെ അകത്ത് കയറണം. അകത്ത് മീൻസ് കാണപ്പടം പിടിച്ച് ബുദ്ധിയിലല്ല, വെളിപ്പാടായി വരണം. ഒരു രോഗവും എൻ്റെ ശരീരത്തിൽ സ്ഥിരമായി ഇരിക്കത്തില്ല. അത് വന്നയക്കാം, പക്ഷേ അതെൻ്റെ ജീവിതത്തിൽ കണ്ടിന്യൂ ചെയ്യാൻ കഴിയത്തില്ല. കാരണം യേശുവിൻ്റെ അടിപ്പിണരാൽ ഞാൻ സൗഖ്യമായിരിക്കുന്നു എഴുതിയിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. അവൻ്റെ വചനം എൻ്റെ ശരീരത്തിന്, അസ്ഥികൾക്ക് ബലവും എൻ്റെ സർവ്വശരീരത്തിനും ആരോഗ്യവുമാകുന്നു. യഹോവയിൽ ആശ്രയിച്ചവൻ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ആകുന്നു. നല്ല വചനമാണ്. ഞാൻ കുലുങ്ങത്തില്ല, ഇല്ല ഞാൻ കുലുങ്ങത്തില്ല, ഇല്ല ഞാൻ ഭയപ്പെടത്തില്ല. യഹോവ എൻ്റെ ആശ്രയവും എൻ്റെ കോട്ടയും എൻ്റെ ബലവും ആകുന്നു. നിന്നെ നാണം കെടുത്തൂടാ. മനുഷ്യരുമ്പോൾ നാണം കെടുത്തുനിന്ന് പിശാച് പറയണം, യഹോവ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു. അവങ്കിലേക്ക് നോക്കിയോ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടില്ല. എന്തെല്ലാം വചനങ്ങളാണ്. ഒറ്റ കൗണ്ടറിലാവും വീഴും, രണ്ടാമത് പറയേണ്ടി വരില്ല. ഹല്ലേലൂയ. ഈ വചനം ആഴത്തിൽ പറയണം. കാരണം അകത്തേക്ക് പോകുന്ന ഈ വചനം, വിത്തായിട്ട് പോകുന്ന വചനം പുറത്തേക്ക് വരുന്നത് ഇരുവായത്തിലുള്ള വാളായിട്ടാണ്. എഫേസ്യ ലേഖനത്തിൽ പറയുന്നു, നമുക്ക് ഇത് നൽകിയിരിക്കുന്ന നമ്മുടെ ആയുധങ്ങളിൽ ഒന്നാണ് ഇരുവായത്തിലുള്ള വാള്, വചനം എന്ന വാള്. ഫൈറ്റ് ചെയ്യണം. പിശാച് കൊണ്ട് ടെംപ്റ്റേഷനോട് വരുമ്പം അങ്ങോട്ട് ഫൈറ്റ് തുടങ്ങണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിത് പറഞ്ഞ് അവസാനിപ്പിക്കാം പ്രിയരെ. മർക്കോസ് സുവിശേഷം 21-ാം അധ്യായം 23 എടുക്കുക. അതോടൊപ്പം സദൃശവാക്യങ്ങൾ 18-ാം അധ്യായം 21-ാം വാക്യം. സദൃശവാക്യങ്ങൾ 18, 21, മർക്കോസ് 11, 23, 24. മരണവും ജീവനും നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു. ഹല്ലേലൂയ. ഇഷ്ടപ്പെടുന്നവൻ അതിന്റെ ഫലം അനുഭവിക്കും. ഈ രണ്ട് വചനവും കണക്റ്റഡ് ആണ്. ഒന്ന് നോക്കിയേ, മരണവും ജീവനും നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു. അതിനെ ഇഷ്ടപ്പെടുന്നവൻ അതിന്റെ ഫലം അനുഭവിക്കും. അല്ലേ? നമ്മുടെ നാവിൽ ഇരിപ്പുണ്ട് മരണവും ജീവനും. നിങ്ങൾ മരണം ഇഷ്ടപ്പെട്ടാൽ അത് അനുഭവിക്കും, ജീവൻ ഇഷ്ടപ്പെട്ടാൽ അത് എക്സ്പീരിയൻസ് ചെയ്യും. അല്ലേ? പിന്നെയോ, പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വരുന്ന മല പോലെ വരുമ്പോൾ അതിനെ നോക്കി അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിൽക്കാനല്ല, അതിലേക്ക് നോക്കിയിട്ട് എന്ത് ചെയ്യണം? സംസാരിക്കണം, സംസാരിക്കണം, സംസാരിക്കണം. അതിനെ നോക്കി സംസാരിക്കണം. എന്നാ സംസാരിക്കണം? വായിൽ വരുന്ന എന്തും സംസാരിക്കില്ല, ജീവനെ സംസാരിക്കണം. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം, യേശു പറയുകയാണ്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം, ബാക്കി പറ, ജീവനും ആത്മാവുമാകുന്നു. അപ്പോൾ ഇതിനകത്തുള്ളൊരു വചനം നിങ്ങൾ റിലീസ് ചെയ്യുമ്പോൾ, പറയുമ്പോൾ എന്നൊക്കെ റിലീസ് ചെയ്യുന്നേ? ജീവനെയും ആത്മാവിനെ റിലീസ് ചെയ്യുകയാണ്. ഹല്ലേലൂയ. ജീവനെ റിലീസ്. അപ്പൊ നാവിൽ എന്ത് വരണം? ജീവൻ വരണമെങ്കിൽ ഇത് റിലീസ് ചെയ്യണം. ഇത് റിലീസ് ചെയ്താൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും.
ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ വേറെ എന്നൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല, ഇത് റിലീസ് ചെയ്യണം. ചുറ്റും വരുന്ന സാഹചര്യങ്ങൾ നോക്കി, രോഗത്തെ നോക്കി, രോഗമാകുന്ന ആ വലിയ മൗണ്ടെയിൻ, ആ മലയെ നോക്കി നമ്മൾ എന്ത് പറയണം? ജീവനെ സംസാരിക്കണം. അത് തീർച്ചയായും അനുസരിക്കും. ഹല്ലേലൂയ. ശത്രു ടെംപ്റ്റേഷൻസ് ഇടുമ്പോൾ അതിനോട് സംസാരിക്കണം. 1 പത്രോസിന്റെ ലേഖനം നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ 5-ാം അധ്യായത്തിൽ അതിൻ്റെ 8 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞ വാക്കാണ്, പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടും നോക്കി തിരഞ്ഞു നടക്കുന്നു. അപ്പോൾ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഞാനിങ്ങനെ ഒരാളെ അന്വേഷിച്ച് നടക്കുകയാണ്, അർത്ഥം എന്തുവാ? ഒരാൾ അന്വേഷിച്ച് നടക്കുകയാണ്. ആരിൽ നിന്ന് മോഷ്ടിക്കാമെന്ന് ഞാൻ അന്വേഷിച്ച് നടക്കുന്നു എന്ന് എനിക്ക് അർത്ഥം എന്തുവാ? അന്വേഷിക്കുന്നത് എല്ലാവരും എനിക്ക് മോഷ്ടിക്കാൻ പറ്റത്തില്ല. ആരെങ്കിലും വീക്കായിട്ട് ആളെ കിട്ടും, അയാളിൽ നിന്ന് മോഷ്ടിക്കാണ് നോക്കി നടക്കുന്നത്. പിശാച് അലർന്ന സിംഹം എന്ന് പോക്കി ആരെ വിഴുങ്ങേണ്ട നോക്കി നടക്കുക എന്ന് വെച്ചാൽ അവൻ എല്ലാവരും വിഴുങ്ങാൻ പറ്റത്തില്ല, എല്ലാവരും അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല പിശാചിന്. ചിലരുണ്ട് വീക്കായിട്ടുള്ളവരെ, അവരെ നോക്കി നടക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നിർമ്മതരായിരിക്കണം, ഉണർന്നിരിക്കണം. ഹല്ലേലൂയ. നമ്മൾ അലർട്ടായിരിക്കണം. ദൈവരാജ്യവുമായിട്ടുള്ള ബന്ധം നമ്മൾ അലർട്ടായിരിക്കണം. ഹല്ലേലൂയ. നിന്നുള്ള വെളിച്ചം ഇരുളാകാൻ സമ്മതിക്കല്ലേ. നിങ്ങൾ ക്രിസ്തുവിൽ അധികാരമുള്ളവരാണ്, ക്രിസ്തുവിൻ്റെ അധികാരത്തെ ഉപയോഗിക്കേണ്ടവരാണ്. ഇന്ന് പ്രധാനമായ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. ഒന്ന്, നമുക്ക് ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും സീഡ് ഫോമിലാണ്, വിത്ത് പോലെയാണ്. അതെടുത്ത് ഉപയോഗിക്കണം. നിങ്ങളുടെ വീട്ടിലൊരു ബുക്ക് ഉണ്ടെങ്കിൽ പ്രത്യേകം എഴുതി വെക്കണം. പ്രോസ്പെരിറ്റിക്ക് വേണ്ടിയുള്ള വചനം പ്രത്യേകം എഴുതി വെക്കണം. രോഗം വരുമ്പോൾ വായിക്കാനുള്ള വചനം പ്രത്യേകം എഴുതി വെക്കണം. എന്നെ പ്രശ്നം വന്നാലും നിങ്ങളുടെ കയ്യിൽ ഒരു സെറ്റ് മെഡിസിൻ ഉണ്ടാവണം. മറ്റേ കുപ്പിയിൽ ഉപയോഗിക്കുന്ന അതല്ല, എഴുതി വെച്ചിരിക്കുന്ന മെഡിസിൻ, ദൈവത്തിൻ്റെ വചനം ഉണ്ടാവണം. പെട്ടെന്ന് എടുക്കാൻ, ഒരു നിമിഷം വായിക്കാൻ. ആ വചനം നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യും. മൊബൈലിൽ സേവ് ചെയ്തിട്ടാലും മതി, പ്രത്യേകമായി സേവ് ചെയ്ത് വെക്കണം. അതൊരു ശീലമാക്കണം. രണ്ടാമത്തേത്, ക്രിസ്തുവുള്ള അധികാരം. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകലവരെയും ചവിട്ടുവാൻ അധികാരം നൽകിയിട്ടുണ്ട്. ഒന്നിനോടും കോംപ്രമൈസ് ചെയ്യാനല്ല, ഒരിടത്തും വീണു പോകാനല്ല, ക്രിസ്തു എന്ന അധികാരത്തിൽ മുന്നോട്ട് പോകാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. അതിനായി നിങ്ങളെ ഒരുക്കട്ടെ. ആമേൻ, ആമേൻ.